നമസ്കാരം. ആൾജിബ്ര ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് ചെയ്തിരുന്നു. ഇനി അധികം PSC ചോദിച്ചിട്ടില്ലാത്ത എന്നാൽ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇക്വേഷൻസും ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമ്മൾ സ്ക്വയർ, ക്യൂബ്, അതിൻ്റെയൊക്കെ ആൾജിബ്രാക് ഐഡൻറ്റിറ്റീസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേരിയബിൾസ് അല്ല 3 വേരിയബിൾസ് ഉണ്ട്. അതായത് 3 സംഖ്യകളെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 3 സംഖ്യകൾ വെച്ച് നമ്മൾ A² - B² അല്ലെങ്കിൽ A³ - B³ എന്താ അവിടെയൊക്കെ എന്താ 2 വേരിയബിളുള്ളൂ, അതായത് അല്ലെങ്കിൽ 2 ലെറ്റേഴ്സേ ഉള്ളൂ. ഈ ലെറ്റേഴ്സൊക്കെ നമ്മൾ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഓരോ സംഖ്യകളെയാണ് അല്ലേ. അപ്പം 2 സംഖ്യകൾ മാത്രമുള്ളത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഈ ഇക്വേഷനിൽ 3 സംഖ്യകൾ, അതായത് 3 വേരിയബിൾസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ലെറ്റേഴ്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ABC അതിൻ്റെ സ്ക്വയർ, എയും ബിയും സിയും ആഡ് ചെയ്ത് അതിൻ്റെ ഹോൾ സ്ക്വയർ കാണാനായിട്ടുള്ള ഇക്വേഷനാണ് A² + B² + C². ഒന്നിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ക്വയർ, അത് പ്ലസ് പിന്നെ 2 × AB ആദ്യത്തെ 2 വേരിയബിൾ, അത് കഴിഞ്ഞ് BC അവസാനത്തെ 2 വേരിയബിൾ തമ്മിലുള്ള ഗുണനം, അതുപോലെ തന്നെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള വേരിയബിൾ തമ്മിലുള്ള ഗുണനം. അത് അതിനെ എന്തുകൊണ്ടാണ് കോമൺ ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.7 × 2.7 × 2.7 -1.17 × 1.17 × 1.17 divided by 2.7 × 2.7 plus 2.7 × 1.17 plus 1.17 × 1.17. പക്ഷെ എന്താ 2.7 നമുക്ക് A എന്നെടുക്കാം, 1.17 നമുക്ക് B എന്നെടുക്കാം. അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? 2.7 ക്യൂബ് മൈനസ് 1.17 ക്യൂബ് divided by 2.7 square plus 2.7 into 1.17 plus 1.17 square. അപ്പം A³ - B³ divided by A² plus AB plus B². എന്താ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? നമുക്ക് A - B ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് A 2.7 ആണ്, 2.7 - 1.17 ആണ് ആൻസർ. ഇനി 2.7 നിന്ന് 1.17 എങ്ങനെ കുറയ്ക്കാം? പോയിന്റ് വരുമ്പോൾ ചിലവർക്കൊക്കെ ചിലപ്പോൾ അത് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. നമുക്ക് നോക്കാം. 2.7 കൂടെ ഒരു 0 കൂടെ ആഡ് ചെയ്യുക, -117 പോയിന്റ് കൊടുക്കാം. എന്തോ ഒരു 0 കൂടെ ആഡ് ചെയ്തു. 10 നിന്ന് 7 പോയപ്പോഴത്തേക്കും 3. ഇപ്പം ഇവിടെ 6 ഉള്ളൂ. 6 നിന്ന് 1 പോയി കഴിയുമ്പോൾ 5, 2 നിന്ന് 1 പോയി കഴിയുമ്പോൾ 1. 2 സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താണ്? 2.70 പോയിന്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അതുപോലെ ഇവിടെയും മൈനസ് ചെയ്തതിൻ്റെ വാല്യൂ, അതായത് 1.17 പോയിന്റിന് ശേഷം 2 വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ 0 ഇട്ട് കൊടുത്തത്. കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെ. അപ്പം അങ്ങനെ നമുക്ക് 1.53 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ A - B എന്ന് പറയുന്നത് എന്താണ്? 1.53. ക്വസ്റ്റ്യൻ നോക്കാം. A + B + C = 13, A² + B² + C² = 69 എങ്കിൽ AB + BC + CA എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിനി ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. ആദ്യം ഇക്വേഷൻ എഴുതാം. A + B + C whole square = A² + B² + C² plus 2 into AB plus BC plus C.
എങ്ങനെയാ മനസ്സിലായത് ഇത് ഈ ഇക്വേഷൻ ആണെന്നുള്ള കാര്യം? ആദ്യത്തെ കാര്യം, ക്വസ്റ്റ്യനിൽ 3 സംഖ്യകളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന സംഖ്യ, ബി, സി. ഞാൻ സംഖ്യ ഇത് ലെറ്ററാണ്, ലെറ്റർ ഓരോ സംഖ്യകളെ സൂചിപ്പിക്കുന്നു എന്നറിയാമല്ലോ. അപ്പം എ എന്ന് പറയുന്നുണ്ട്, ബി എന്ന്, അങ്ങനെ 3 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്, സി സ്ക്വയർ ഉണ്ട്. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. നമുക്ക് മനസ്സിലായി ഈ ഇക്വേഷൻ. അതായത് ഈ ഇക്വേഷനുള്ള പകുതി സാധനങ്ങൾ അവർ തന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു പോർഷൻ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 13 ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതും തന്നിട്ടുണ്ട്. എത്രയാണ്? 69 പ്ലസ് 2 ഇൻറ്റു, ഇത് നമുക്കറിയില്ല അല്ലേ, അത് അതേപോലെ തന്നെ എഴുതാം. എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. ഇനി നമുക്ക് 13 സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ്. അതിൻ്റെ കൂടെ 69 പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി അല്ലേ. ഇപ്പം ഈ സമത്തിൻ്റെ ഇപ്പുറത്ത് എടുക്കുന്ന 16, അത് പോസിറ്റീവാണ്, പ്ലസ് വാല്യൂ ആണ്. അത് സമത്തിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ്? 69 മൈനസ് 69 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, 169 മൈനസ് 69 പോകുമ്പോൾ എന്താണ്? 100 കിട്ടും. 100 ഇക്വൽ ടു 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. അപ്പം ഇവിടെ ഇനി വാല്യൂ ആയിട്ട് എന്താണ്? 2 ഉണ്ട് അല്ലേ, സംഖ്യയായിട്ട്. ഇനി 2 ഉണ്ട്. ഈ 2 എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇൻറ്റു ചെയ്ത് കിടക്കുകയാണ് അല്ലേ. അപ്പം അത് സമത്തിൻ്റെ ഇപ്പുറത്തോട്ടാകുമ്പോൾ എന്താണ്? 100 ഡിവൈഡഡ് ബൈ 2 ആകും. ഇതിൻ്റെ ആൻസർ 50. അതാണ് എന്തെന്ന് പറയുന്നത്? എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമ്മൾ കണ്ടുപിടിച്ചു. 50 ആൻസർ. വളരെ എളുപ്പമാണ്, പക്ഷെ ഇക്വേഷൻ കുറച്ച് ലെങ്തിയാണ്. അത് ഇച്ചിരി കാണാതെ പഠിക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിനി അടുത്ത ഇക്വേഷൻ നോക്കാം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി ആൻഡ് മൈനസ് സി എ. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഇക്വേഷനാണ്, പക്ഷെ മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ പഠിച്ചത് എന്തായിരുന്നു? 3 വേരിയബിളിൻ്റെ സ്ക്വയർ ആയിരുന്നു. ഇനി ഇതിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് 3 വേരിയബിളിൻ്റെയും ക്യൂബ് മൈനസ് 3abc, അതായത് 3 ഇൻറ്റു എ ബി സി, അതിൻ്റെ മൾട്ടിപ്പിൾ വാല്യൂ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി. ഇത് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, എന്നാലും ചിലയിടത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതാണ് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കാം, അപ്പം മനസ്സിലാവും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 38 ഇൻറ്റു 38 ഇൻറ്റു 38 പ്ലസ് 34 ഇൻറ്റു 34 ഇൻറ്റു 34 പ്ലസ് 28 ഇൻറ്റു 28 ഇൻറ്റു 28 മൈനസ് 38 ഇൻറ്റു 34 ഇൻറ്റു 84 ഡിവൈഡഡ് ബൈ 38 ഇൻറ്റു 38 പ്ലസ് 34 ഇൻറ്റു 34 പ്ലസ് 28 ഇൻറ്റു 28 മൈനസ് 38 ഇൻറ്റു 34 മൈനസ് 34 ഇൻറ്റു 28 മൈനസ് 38 ഇൻറ്റു 28. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തിയാണ്, പക്ഷെ സംഭവം സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. 38 ഇൻറ്റു 38 ഇൻറ്റു 38 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 38 ക്യൂബാണ്. അപ്പം നമുക്ക് എ എന്ന് 38 എടുക്കാം, ബി എന്ന് അടുത്ത് 34 എടുക്കാം, സി എന്ന് 28 എടുക്കാം. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഇക്വേഷനിലോട്ട് മാറ്റുവാണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 38 എ 34 എന്ന് പറയുന്നത് ബി ഇൻറ്റു 84. 84 എന്ന് പറയുന്നത്
ഇവിടെ ഇല്ല. നമ്മൾ സി ആയിട്ട് എടുത്തിരിക്കുന്നത് 28. പക്ഷേ നമ്മൾ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3ab അതായത് 3abc. ഇവിടെ 3 ഇൻറ്റു ABC അല്ലേ. പക്ഷെ ഇവിടെ എന്താ 38 34, പക്ഷെ 28 വരുന്ന സ്ഥാനത്ത് 84 ആണ്. അതായത് 28 ഇൻറ്റു 3 ആണ് 84 എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വേഷൻ തന്നെയാണെന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇനി അത് ഡിവൈഡഡ് ബൈ 38 ഇൻറ്റു 38 എന്ന് പറയുമ്പം എ സ്ക്വയർ പ്ലസ് 34 ഇൻറ്റു 34 ബി സ്ക്വയർ പ്ലസ് 28 ഇൻറ്റു 28 സി സ്ക്വയർ മൈനസ് 38 ഇൻറ്റു 34 എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി മൈനസ് 34 ഇൻറ്റു 28 എ ഇൻറ്റു സി മൈനസ് 38 ഇൻറ്റു 28 എ ഇൻറ്റു സി ബി ഇൻറ്റു സി ആട്ടോ. ബി ഇൻറ്റു സി ആൻഡ് എ ഇൻറ്റു സി. അപ്പം ഈ ഇക്വേഷനാണ് മനസ്സിലായി. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണ്, അവർ ഇതിൻ്റെ ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇക്വേഷൻ എന്താ, ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ആണെന്നൊക്കെ മനസ്സിലായി. ഇത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് minus 3abc is equal to a plus b plus c into a square plus b square plus c square minus ab minus bc minus ca. അപ്പം ഇവിടെ ഇക്വേഷൻ തന്നിരിക്കുന്നത് എങ്ങനെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എങ്ങനെ, ഈ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abcയുടെ എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് സമത്തിൻ്റെ ഇപ്പുറത്ത് വന്നപ്പം അത് മൾട്ടിപ്പിൾ ചെയ്ത് കിടന്നതായതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അത് ഡിവൈഡായി. അപ്പം എന്താണ് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എ പ്ലസ് ബി പ്ലസ് സി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇതൊക്കെ കാണേണ്ടത് എന്താണ്, എ പ്ലസ് ബി പ്ലസ് സി. ആൻസർ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് എന്താ 38, ബി എന്ന് പറയുന്നത് 34 പ്ലസ് സി എന്ന് പറയുന്നത് 28. ആൻസർ 100 കിട്ടും, ഈസി ആയിട്ട് കിട്ടും. പക്ഷെ കുറച്ച് ലെങ്തി ഇക്വേഷനാണ്, അത് കാണാതെ പഠിക്കേണ്ട തന്നെ വരും. അത് വന്ന് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ളൂ. പ്രത്യേകിച്ച് വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ആഡ് ചെയ്താൽ മാത്രം മതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, അതാണ് ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടായിട്ട് ഇവിടെ തോന്നുന്നത്. ഇനി കുറച്ച് സ്പീഡ് മാത്സ് ആണ് നോക്കുന്നത്. ഈ എക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ആൽജിബ്ര ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറേ അധികം ഉണ്ട്, പക്ഷെ അധികമായിട്ട് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന കുറച്ച് ഫോർമാറ്റാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ റൂള് നോക്കാം. എക്സ് പ്ലസ് 1/x is equal to a, then x square plus 1/x square is equal to a square minus 2. ഞാൻ പറഞ്ഞത് സ്പീഡ് മാത്സ് ആണ്. നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ നേരെ എന്താണ് ഇത് പഠിച്ചിരുന്നത്, അതിൻ്റെ സൊല്യൂഷൻ കാണാതെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താവുന്നതാണ്. അപ്പം എക്സ് പ്ലസ് 1/x is equal to a അല്ലെങ്കിൽ എക്സ് പ്ലസ് 1/x is equal to എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് തരും. അത് കൂടാതെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഒന്നായിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. അതിൻ്റെ വാല്യൂ എത്ര ആയെന്നും പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ, അതായത് എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ ആയ എ, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്താണ് 2 മൈനസ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, എന്നാലേ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ.
എക്സ് പ്ലസ് 1/x is equal to 3. Then x square plus 1/x square is equal to 1. എത്രയെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 1/x is equal to 3, അതായത് നമ്മൾ നേരത്തെ റൂളിൽ പഠിച്ച പോലെ എക്സ് പ്ലസ് 1/x is equal to a എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എ എന്ന് പറയുന്നതാണ് ഇവിടെ 3. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നാ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ സ്ക്വയർ മൈനസ് 2 ആണ് അതിന്റെ വാല്യൂ. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരുന്നു? എ സ്ക്വയർ മൈനസ് 2. അതായത് എ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 9 മൈനസ് 2 ആണ് ആൻസർ 7 എന്ന് കിട്ടും. ഈസിയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് എ സ്ക്വയർ മൈനസ് 2 എന്നുള്ളത് മാത്രമാണ്. ഇനി കുറേ വരുന്നുണ്ട്. എക്സ് പ്ലസ് 1/x മാത്രമല്ലാതെ ഇനിയും എക്സ് മൈനസ് 1/xൽ നിന്ന് എക്സ് സ്ക്വയർ, അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് PSC ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് റൂൾസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പഠിക്കാനും എളുപ്പമായിരിക്കും. ഒത്തിരി അങ്ങ് കണ്ടമാനം ചിലപ്പോൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്ന് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 2. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എത്ര ഇരിക്കും ആൻസർ? എ സ്ക്വയർ മൈനസ് 2 ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ, അതായത് 4 മൈനസ് 2, ആൻസർ 2. ഇവിടെ എന്താണ് ഈ പറയുന്ന എക്സ് പ്ലസ് 1/xന്റെ വാല്യൂവും ഈ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂവും സെയിം ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ BSc ചോദിച്ചിരുന്നു. ഏത് സമയത്ത് ഏത് എയുടെ വാല്യൂ എത്ര കിട്ടിയാലാണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എയുടെ വാല്യൂ, അതായത് എക്സ് പ്ലസ് 1/xും ഈക്വൽ ആകുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ മനസ്സിലായില്ലേ? എക്സ് പ്ലസ് 1/xന്റെ രണ്ടും എ എന്ന് പറയുന്നത് 2, അതുപോലെ തന്നെ എ സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് 2 തന്നെ കിട്ടി. അതായത് എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഈ കേസിൽ മാത്രമേ ഇത് രണ്ടും ഈക്വൽ ആകത്തുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു പി. എക്സ് സ്ക്വയർ 1/x സ്ക്വയർ ഇസ് ഈക്വൽ ടു പി. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി എന്നാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് എക്സ് പ്ലസ് 1/xന്റെ ഇസിക്കൽ ടു പി ആണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പി ആണ്. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വാല്യൂ പി ആണ്. രണ്ടും ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി? പിയുടെ വാല്യൂ എന്തായിരിക്കും? നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എന്താണ് ആൻസർ? 2 ആണ്. പി 2 ആകുമ്പോഴത്തേക്കും, അതായത് പി ഈസ് ഈക്വൽ ടു 2. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചത്? അതായത് പി സ്ക്വയർ മൈനസ് 2, അതായത് 4 മൈനസ് 2, ആൻസർ 2. ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. 2 മാത്രമേ ഈ ഒരു കേസിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. പി എക്സ് പ്ലസ് 1/xന്റെ വാല്യൂവും എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂവും ഈക്വൽ ആകത്തുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡിഫറെൻ്റ് ആണ്. ഇനി ഇത് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 34. ദെൻ എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു എത്രയെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും പഠിച്ചത് എന്തായിരുന്നു? എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 3. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. എത്രയെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു 3, അതായത് നമ്മൾ നേരത്തെ റൂളിൽ പഠിച്ച പോലെ എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എ എന്ന് പറയുന്നതാണ് ഇവിടെ 3. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നാ? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ സ്ക്വയർ മൈനസ് 2 ആണ് അതിൻ്റെ വാല്യൂ. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരുന്നു? എ സ്ക്വയർ മൈനസ് 2, അതായത് എ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 9 മൈനസ് 2 ആണ് ആൻസർ 7 എന്ന് കിട്ടും.
ഈസിയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ എ സ്ക്വയർ മൈനസ് 2 എന്നുള്ളത് മാത്രമാണ്. ഇനി കുറേ വരുന്നുണ്ട്. എക്സ് പ്ലസ് 1/x മാത്രമല്ലാതെ ഇനിയും എക്സ് മൈനസ് 1/xൽ നിന്ന് എക്സ് സ്ക്വയർ, അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് PSC ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് റൂൾസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പഠിക്കാനും എളുപ്പമായിരിക്കും. ഒത്തിരി അങ്ങ് കണ്ടമാനം ചിലപ്പോൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്ന് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 1/x ഈസ് ഇക്വൽ ടു 2, ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈസ് ഇക്വൽ ടു 1. അപ്പോൾ എത്ര ആയിരിക്കും ആൻസർ? എ സ്ക്വയർ മൈനസ് 2 ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ, അതായത് 4 മൈനസ് 2, ആൻസർ 2. ഇവിടെ എന്താണ് ഈ പറയുന്ന എക്സ് പ്ലസ് 1/xന്റെ വാല്യൂവും ഈ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂവും സെയിം ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിരുന്നു. ഏത് സമയത്ത് ഏത് എയുടെ വാല്യൂ എത്ര കിട്ടിയാലാണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എയുടെ വാല്യൂ, അതായത് എക്സ് പ്ലസ് 1/xും ഈക്വൽ ആകുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ മനസ്സിലായില്ലേ? എക്സ് പ്ലസ് 1/xന് 2ഉം എ എന്ന് പറയുന്നത് 2ഉം അതുപോലെ തന്നെ എ സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് 2 തന്നെ കിട്ടി. അതായത് എക്സ് പ്ലസ് 1/x ഇക്വൽ ടു 2 എന്നുള്ള ഈ കേസിൽ മാത്രമേ ഇത് രണ്ടും ഈക്വൽ ആകത്തുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 1/x ഇക്വൽ ടു പി, എക്സ് സ്ക്വയർ 1/x സ്ക്വയർ ഇക്വൽ ടു പി, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി എന്നാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് എക്സ് പ്ലസ് 1/xന്റെ ഇക്വൽ ടു പി ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പി ആണ്. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ പി ആണ്. രണ്ടും ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി? പിയുടെ വാല്യൂ എന്തായിരിക്കും? നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എന്താണ് ആൻസർ? 2 ആണ്. പി 2 ആവുമ്പോഴത്തേക്കും, അതായത് പി ഈസ് ഇക്വൽ ടു 2. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചത്? അതായത് പി സ്ക്വയർ മൈനസ് 2, അതായത് 4 മൈനസ് 2, ആൻസർ 2. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. 2 മാത്രമേ ഈ ഒരു കേസിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. പി എക്സ് പ്ലസ് 1/xന്റെ വാല്യൂം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂം ഈക്വൽ ആകത്തുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇസ് ഈക്വൽ ടു 34. ദെൻ എക്സ് പ്ലസ് 1/x എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നേരെ റിവേഴ്സ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ചത് എക്സ് പ്ലസ് 1/xൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ആൻസർ? എ സ്ക്വയർ മൈനസ് 2 എന്നായിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതല്ലേ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? എ സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അല്ലേ ഡയറക്റ്റ് തന്നിട്ടുള്ളത്? അത് എത്രയാണ്? 34. 34 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2. അപ്പോൾ ഇനി എ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 34 പ്ലസ് സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും 2 പ്ലസ് 2 ആകും. അപ്പം എ സ്ക്വയർ എന്ന് പറയുന്നത് 34 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 36 ആകും. അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് 36, 6. അപ്പം എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്ന് നോക്കിയിട്ടു. എങ്ങനെയായിരുന്നു മനസ്സിലായില്ലേ? ഇത് റിവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും നേരം ചെയ്തത് എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കണ്ടുപിടിക്കാനായിരുന്നു. അതുപോലെ തന്നെ സെയിം ചെയ്തിട്ട് നമ്മൾ ആ ഇക്വേഷനിലോട്ട് വാല്യൂ ഇട്ട് കൊടുത്തു. എ സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 34 എന്ന് ഇട്ട് കൊടുത്തിട്ട് എ സ്ക്വയർ കണ്ടുപിടിച്ചു. അപ്പം എ സ്ക്വയർ കിട്ടിക്കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ എ കണ്ടുപിടിക്കാനായിട്ട് എന്താ? റൂട്ട് ഓഫ് ആ എ സ്ക്വയറിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. അത്രയുള്ള ഈസിയാണ്. ഇതുപോലത്തെ ഇനി അങ്ങോട്ട് ഒരുമാതിരി എല്ലാ റൂളിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണും. എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു 50. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എങ്ങനെ കാണുന്നത്? എ സ്ക്വയർ മൈനസ് 2 ആണ് അല്ലേ. എന്ന് പറയുന്നത് 50 ആണ്. 50 സ്ക്വയർ
-2 50 സ്ക്വയർ എന്ന് പറയുന്നത് 2500 ആണ്. 2500 -2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2498 എന്ന് ആൻസർ കിട്ടും. അടുത്ത് നോക്കാം. x minus 1/x is equal to a. Then x square plus 1/x square is equal to a square plus 2. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നായിരുന്നു എക്സ് പ്ലസ് 1/x ആയിരുന്നു അല്ലേ? എക്സ് പ്ലസ് 1/x വരുമ്പോഴത്തേക്കും എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് a സ്ക്വയർ -2 ആയിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ എക്സ് മൈനസ് 1/xന്റെ വാല്യൂ ഇതിവിടെ മൈനസ് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എ സ്ക്വയർ പ്ലസ് 2. ഇവിടെ മൈനസ് വന്നപ്പം ക്വസ്റ്റ്യന് മൈനസ് വന്നപ്പം ആൻസറിൽ +2 നേരെ ഓപ്പോസിറ്റ് വന്നു. അതായത് എക്സ് പ്ലസ് 1/x വന്നപ്പം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ a സ്ക്വയർ -2 ആയിരുന്നു. എന്നാൽ ഇവിടെ എക്സ് മൈനസ് 1/x ഈക്വൽ ടു a എന്ന് വന്നപ്പം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ a സ്ക്വയർ +2 ആയിരുന്നു. ഇവിടെ കുറയ്ക്കുവാണെങ്കിൽ ഇവിടെ കൂട്ടുമായിരുന്നു. അതാണ് ഈ ഡിഫറൻസ്. ഇത് തമ്മിൽ മാറിയൊന്നും പോകരുത്. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. x minus 1/x is equal to 2. Then x square plus 1/x square is equal to എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സ് മൈനസ് 1/xന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ എത്രയായിരിക്കും? ക്വസ്റ്റിനെ പറഞ്ഞ പോലെ എന്താണ്? a സ്ക്വയർ പ്ലസ് 2, അതായത് 2ന്റെ സ്ക്വയർ പ്ലസ് 2 4 പ്ലസ് 2 6 എന്ന് ആൻസർ കിട്ടും. എക്സ് മൈനസ് 1/x is equal to 8. then x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരുന്നു? a സ്ക്വയർ പ്ലസ് 2. എന്തുകൊണ്ടാണ്? ഇവിടെ മൈനസ് ആണ്. എക്സ് മൈനസ് 1/xന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പം a സ്ക്വയർ എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയർ പ്ലസ് 2. 8ന്റെ സ്ക്വയർ എത്ര? 64 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ആൻസർ 66 എന്ന് കിട്ടും. a മൈനസ് 1/a is equal to 9. a സ്ക്വയർ പ്ലസ് 1/a സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ a ആണ്. എക്സിന് പകരം a കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പം എന്തായിരുന്നു? a സ്ക്വയർ പ്ലസ് 1/a സ്ക്വയറിന്റെ വാല്യൂ എത്രയാ? a മൈനസ് 1/a ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ആൻസർ? a സ്ക്വയർ പ്ലസ് 2 എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇവിടെ 9ന്റെ സ്ക്വയർ വന്നു പ്ലസ് 2. 9ന്റെ സ്ക്വയർ എത്ര? 81 പ്ലസ് 2 ആൻസർ 83 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് മൈനസ് 1/x is equal to √21. then x square plus 1/x square into x plus 1/x എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആകെപ്പാട് തന്നിട്ടുള്ള എന്താ? എക്സ് മൈനസ് 1/x is equal to √21 എന്നുള്ള ഒരു ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് മൈനസ് 1/xൽ നിന്ന് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. എന്തായിരുന്നു ആൻസർ? നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? എക്സ് മൈനസ് 1/x is equal to a ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? a സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പം അതായത് √21ന്റെ സ്ക്വയർ പ്ലസ് 2. √21 എന്ന് പറയുന്നത് എന്താണ്? 21 തന്നെയാണ് അല്ലേ? √21 ഇൻറ്റു √21 എന്ന് പറയുന്നത് എന്താണ്? 21. 21 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 23 എന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താ? എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ കണ്ടുപിടിക്കണം. x+1/x നമുക്ക് അറിയത്തില്ല അല്ലേ? അപ്പം
പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മാർഗം തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സ്ക്വയർ -2 ആണെന്ന് കഴിഞ്ഞ റൂളിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഇതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയും ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൽ നിന്ന് എക്സ് പ്ലസ് 1/x കണ്ടുപിടിക്കുന്നത് ഇത് തന്നെയല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എത്രയായിരുന്നു? 23 ആയിരുന്നു അല്ലേ? 23 എന്ന് പറയുന്നത് എ സ്ക്വയർ -2 ആണ്. അതായത് എക്സ് പ്ലസ് 1/xന്റെ വാല്യൂവിന്റെ സ്ക്വയർ -2 ആണ്. അപ്പോൾ നമുക്ക് എ സ്ക്വയർ എത്രയെന്ന് അറിയില്ല, -2. അപ്പം എ സ്ക്വയർ കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ഈ -2 സമത്തിന് ഇപ്പുറത്തോണ്ട് വരുമ്പോൾ +2 ആവും, 25 ആകും എ സ്ക്വയർ. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? √25. ആൻസർ 5 എന്ന് കിട്ടി. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 1/x. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ നമുക്ക് മനസ്സിലായി 23 ആണ്. അത് ഇൻറ്റു 5 ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം 23 ഇൻറ്റു 5 115 എന്ന് ആൻസർ കിട്ടും. സംഭവം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ചൊക്കെ ചിന്തിക്കാനുണ്ട്, പിന്നെ മനസ്സിലാക്കാൻ വേണം. ഇത് 2-3 വട്ടമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കിട്ടും. അടുത്ത റൂള് നോക്കാം. എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു എ, ദെൻ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഇസിക്കൽ ടു എ ക്യൂബ് -3a. അതായത് ഇപ്പൊ ഇത്രയും നേരം വിളിച്ച് സ്ക്വയർ ആയിരുന്നു. എക്സ് -1/xൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതുപോലെ എക്സ് പ്ലസ് 1/xൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി ക്യൂബിലോട്ട് പോവാണ്. എക്സ് പ്ലസ് 1/xൽ നിന്ന് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പം എന്ന് പറയുന്നത് എന്താ? എ ക്യൂബ്, അതായത് എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ ആയ എയുടെ ക്യൂബ് -3a, അതായത് 3 ഇൻറ്റു എ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം, ചെയ്യുമ്പോൾ മനസ്സിലാവും. എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു 10, എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എത്രയാണ്? അപ്പം എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു 10 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ റൂള് വായിച്ചപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു എ ആണെങ്കിൽ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ് -3a. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്ന് പറയുമ്പോൾ 10 ക്യൂബ് -3 ഇൻറ്റു 10. 10 ക്യൂബ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1000 -3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 30, 970 എന്ന് ആൻസർ കിട്ടും. ഈസിയാണ്. ക്യൂബും എ ക്യൂബ് കണ്ടുപിടിക്കാം. -3 ഇൻറ്റു എ, ആ എ ക്യൂബിൻ്റെ വാല്യൂവിൽ നിന്ന് 3 ഇൻറ്റു എ മൈനസ് ചെയ്യാം, ആൻസർ കിട്ടും. എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു 5, എക്സ് ക്യൂബ് പ്ലസ് 1x ക്യൂബ് കണ്ടുപിടിക്കാം. എന്തായിരുന്നു ഇക്വേഷൻ? എ ക്യൂബ് -3a ആയിരുന്നു. എ ക്യൂബ് എന്ന് പറയുന്നത് 5 ക്യൂബ് -3a. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. -3 ഇൻറ്റു 5 125 -50 എന്ന് പറയുമ്പോൾ 1110 എന്ന് ആൻസർ കിട്ടും. എക്സ് പ്ലസ് 1/x ഇസിക്കൽ ടു 8, എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്തായിരുന്നു? എ ക്യൂബ് -3a. എ ക്യൂബ് എന്ന് പറയുമ്പോൾ 8ന്റെ ക്യൂബ് -3 ഇൻറ്റു 8. 8 ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 512 ആണ്. 8 ക്യൂബ് -3 ഇൻറ്റു 8 എന്ന് പറയുന്നത് 24. 512ൽ നിന്ന് 24 പോയി കഴിയുമ്പോൾ
488 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ക്യൂബിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. m plus 1/m is equal to 6. m cube plus 1/m cube in a value. a cube minus 3 into a എന്നല്ലേ പഠിച്ചത്. അപ്പോൾ ഇവിടെ വാല്യൂ 6 ആണ്. 6 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 6. 6 ക്യൂബ് എത്രയാ? 216 ആണ്. 6 ക്യൂബിൻ്റെ ആൻസർ 216 മൈനസ് 3 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 18. അപ്പം 216ൽ നിന്ന് 18 കുറച്ച് കഴിയുമ്പോൾ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 198 എന്ന് ആൻസർ കിട്ടും. 198 ഈസി എന്ന് മനസ്സിലായില്ല. a ക്യൂബ് മൈനസ് 3a. ഈ ക്യൂബാണോ സ്ക്വയർ ആണോ അതൊക്കെ എല്ലാം കാണാതെ ഇത് കാണാതെ പഠിച്ചാലേ ശരിയാകത്തുള്ളൂ. പിന്നെ ആ ഒരു ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചാലും പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരും. ഈ രണ്ടും കൂടെ എല്ലാം ഈ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. എക്സ് പ്ലസ് 1/x is equal to p. then എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബിൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു സംഖ്യകൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഒരു ആൽഫബറ്റ് തന്നെയാണ് അവിടെയും കൊടുത്തേക്കുന്നത്, പി എന്ന്. അപ്പം എന്തായിരിക്കും? നമ്മുടെ ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതി. എന്താ? എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? പി ക്യൂബ് മൈനസ് 3p. അങ്ങനല്ലേ നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു? എ ക്യൂബ് മൈനസ് 3a അല്ലായിരുന്നോ? എ ക്യൂബ് മൈനസ് 3a. അതിന് എക്ക് വരെ എന്താണ് അവിടെ പി വന്നേ ഉള്ളൂ. പി ക്യൂബ് മൈനസ് 3 ഇൻറ്റു പി. ഇതാണ് ആൻസർ. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിലും കഴിഞ്ഞ പഠിച്ച 2 റൂളിലും ഒക്കെ ഇങ്ങനെ ഈ ആൽഫബറ്റ്സ് മാത്രം ഇട്ട് ചോദിച്ചിട്ടുണ്ട്, സംഖ്യകളൊന്നും ചോദിക്കാതെ. അപ്പം അതിൻ്റെ ആ റൂള് പഠിച്ചിരുന്നു കഴിഞ്ഞാലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.